ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു BS6 സ്പ്ലെൻഡറിൽ നമ്മൾ ആ ഒരു RTRൻ്റെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മളിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡിസ്ക് ചെയ്യണതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഒരു BS6 സ്പ്ലെൻഡറാണ്. അപ്പോൾ അലോയിൽ ഡിസ്ക് ചെയ്യാറില്ല എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു BS6 സ്പ്ലെൻഡറിൽ നമ്മൾ ഒരു RTRൻ്റെ ഡിസ്ക് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമുക്കിത് പുറത്ത് കൊണ്ടു ചെയ്യേണ്ട കേസുകളൊന്നുമില്ല. അത്യാവശ്യം ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാനുള്ളൊരു വർക്കേ ഉള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു RTRൻ്റെ എലോയിലേക്ക് നമ്മളൊരു ഡിസ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ത്രോട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ത്രോട്ടിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ RTRൻ്റെ തന്നെ ഒരു പുതിയ കാലിപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ് നമ്മൾ പുതിയതായിട്ട് എടുത്തേക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ ഡിസ്ക് ചെയ്യുന്ന ടൈമിൽ പ്ലേറ്റ് പുതിയതായിട്ട് എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ പഴയ പ്ലേറ്റ് എന്തായാലും ബെൻഡോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് അഴിച്ച് മാറ്റേണ്ട ഒക്കെ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ബ്രംബോൻ്റെ തന്നെ ഒരു ഫസ്റ്റ് കോപ്പിയാണ് ഇതിൽ മാസ്റ്റർ സിലിണ്ടർ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിസർവോയർ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങൾ, അതിൻ്റെ സെറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ത്രോട്ടിൽ. എല്ലാവർക്കും അറിയുന്ന തന്നെ ഡൊമിനോൻ്റെ ത്രോട്ടിലാണ്. അതിൽ കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ്. ക്വിക്ക് ത്രോട്ടിൽ യൂസ് ചെയ്യണേ കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നോർമൽ ത്രോട്ടിൽ കമ്പനി വരുന്നത് തന്നെയാണ് നമുക്ക് കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കേബിൾ ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നമുക്ക് ലോങ് റൈഡൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ത്രോട്ടിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ കേബിൾ കാര്യങ്ങൾ പൊട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് പുറത്തൊരു സ്പെയറിൽ നിന്ന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ത്രോട്ടിൽ എപ്പോഴും നോർമൽ തന്നെ യൂസ് ചെയ്യാനായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ഇത് ഒരു RTRന് വരുന്ന ഡിജിറ്റൽ മീറ്ററിന് വരുന്ന ആ ഒരു പിനിയനാണ് ഇതിനകത്ത് കിടക്കുന്നത്. തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല. നോർമലി അതിൻ്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്തോളും. നമുക്കിത് ഡമ്മി ആയിട്ട് ആ ഒരു ഭാഗം സ്പേസർ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ബുഷ് ഇട്ടാലും മതി. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടാനായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കിടക്കാനായിട്ട് ഈ ഒരു പിനിയൻ തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാണ് ഇപ്പോൾ നമ്മുടെ RTRയുടെ അലോയ് വരുന്നത്. അപ്പോൾ അലോയ് എടുക്കുന്ന സമയത്ത് ബെൻഡോ കാര്യങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ അതിൻ്റെ ബെയറിങ്സ് കാര്യങ്ങൾ മാറ്റണം. ബെയറിങ്ങൾ എന്തായാലും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ പൈസ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി അഴിക്കണ സമയത്ത് തന്നെ അത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക്. അതുപോലെ തന്നെ സ്പേസർ നമ്മൾക്ക് RTRന് തന്നെ ഒറിജിനൽ വരുന്ന സ്പേസർ ഈ സൈഡ് ലെഫ്റ്റ് സൈഡുള്ളത് മതിയായിരിക്കും. അതുപോലെ തന്നെ മഡ്ഗാർഡ് നമുക്ക് സ്പ്ലെൻഡറിൻ്റെ ഡയറക്റ്റ് ഫിറ്റല്ല, നമുക്കത് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ആവുന്നത് സ്റ്റാർ സ്പോട്ടിൻ്റെ അല്ലെങ്കിൽ ഈ അപ്പാച്ചി RTRൻ്റെ തന്നെ നമുക്ക് പറ്റും. കുറച്ചുകൂടെ കാണാൻ ഒരു സ്പോട്ടിലേക്ക് കിട്ടുന്ന സ്റ്റാർ സ്പോട്ടിൻ്റെ മഡ്ഗാർഡ് നല്ല വൃത്തിയുണ്ട്. അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് സൂട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പ്ലെൻഡറിൻ്റെ ചേസ് നമ്മൾ അഴിച്ചിട്ടിട്ടുണ്ട്. അത്യാവശ്യം വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നിലവിൽ നമുക്ക് ആർക്ക് വെൽഡ് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിനെ ഗ്യാസ് വെൽഡ് ചെയ്ത് അടയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയറാണ്. നമ്മൾ ഫുള്ളായിട്ട് പെയിൻ്റൊക്കെ റിമൂവ് ചെയ്ത് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരുപാട് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തുരുമ്പും കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തുരുമ്പ് വരാതിരിക്കാനായിട്ട് ഇതിലൊരു പ്രൈമർ അങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു BS6 സ്പ്ലെൻഡറിൽ നമ്മൾ ആ ഒരു RTRൻ്റെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മളിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ RTRൻ്റെ ഫോർക്ക് തന്നെയാണ് 180 RTRൻ്റെ ഫോർക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫോർക്ക് ഓയിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ബാക്കി അലോയും അതുപോലെ തന്നെ വീൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഹൈറ്റിനിട്ട് ഒരു 2 ഇഞ്ച് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ സ്റ്റോക്ക് വരുന്ന ആ ഒരു ബ്രേക്ക് കേബിൾ ബ്രേക്ക് ഹോസ് നമുക്ക് ഇതിലേക്ക് എത്തില്ല.
അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയ ബ്രേക്ക് ഹോസ് ഇടേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒരു 2-3 ദിവസത്തിനുള്ളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ വാച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം.